എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ റാഗീൻ്റെ പുട്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ റാഗി വെച്ചിട്ട് തന്നെ ഒരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ സൂചി ഗോതമ്പ്, അതായത് ലാപ്സി റവ എന്നാണ് ഇതിനെ പറയുന്നത്. സൂചി ഗോതമ്പിൻ്റെ തന്നെ ഏറ്റവും കുറച്ച് നല്ല ചെറുതായിട്ടുള്ളത് റവ പോലെ ഇരിക്കുന്ന എന്താ പറയുക സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുതിർന്ന് കിട്ടാനും എളുപ്പമാണ്. പിന്നെ നമ്മുടെ മറ്റേ നോർമൽ റവേനെക്കാട്ടിലും കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞതാണ് ഈ സൂചി ഗോതമ്പ് റവ. ഇത് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പുമാവോ അല്ലെങ്കിൽ പുട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഞാൻ ഈ ലാപ്സി റവയുടെ പുട്ടുണ്ടാക്കാറുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ് ഞാൻ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ചോറോ അവലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. ഇതിന് ഉഴുന്ന് കുറവ് മതി, കാരണം ഇത് പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് വരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്തിട്ട് കുതിർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ആദ്യമേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇതിനെ വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് രാവിലെ അതിനെടുത്ത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കും. അത് നിങ്ങൾക്ക് അതിനുള്ള സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഐസ് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അത് ഏത് മാവായാലും ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത്. ഏത് മാവാണെങ്കിലും നമ്മൾ ഐസ് ഇട്ടിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുതിർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഒരു സാധാരണ അരി കുതിർക്കണേക്കാട്ടിലും കൂടുതൽ സമയം ഇത് കുതിർത്തിടണം കേട്ടോ. പെട്ടെന്ന് ഇത് കുതിർന്ന് കിട്ടാൻ ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അരഞ്ഞ് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ പൊടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കും, പക്ഷേ എനിക്കത് അത്ര സുഖമായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഈ റാഗി അരച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ സൂചി റവയും ഞാനിതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അരയ്ക്കുന്നത്, കാരണം ഇത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴും ഒഴിച്ചിട്ടത്. അപ്പോൾ നമുക്കിതിനൊന്ന് അരച്ച്, അപ്പോൾ ഇത് നമ്മുടെ റാഗി ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ മാവ് പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് വരും കേട്ടോ. അധികം നമ്മുടെ ദോശയുടെ ഇഡ്ഡലി നമ്മൾ അരി വെച്ച് അരയ്ക്കണ മാവിനെക്കാട്ടിലും പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് വരും. പിന്നെ ഇത് ഒരുപാട് അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണേക്കാട്ടിലും ഈ ഒരു അളവിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് പെട്ടെന്ന് പുളിക്കും മാവ്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു 1-2 ദിവസത്തിന് കൂടുതൽ ഇത് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുളിച്ച് ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും പുളിച്ചു പോകും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, നമ്മുടെ സൂചി റവ അത്രയും സമയമൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളൊരു 10-15 മിനിറ്റ് മാക്സിമം കുതിർത്താൽ മതി. പിന്നെ സൂചി റവ കിട്ടാത്തവർക്ക് സൂചി ഗോതമ്പ്, നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന സൂചി ഗോതമ്പ് ഉണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പോൾ അത് കുറച്ച് കൂടുതൽ സമയം കുതിർക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതൊന്ന് ഫെർമെൻ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ അരച്ച് വെച്ചേക്കണ റാഗിയുടെ മാവ് എത്രത്തോളം ഫെർമെൻ്റ് ആയിട്ടെന്ന് നോക്കാം. കൂടി വന്നൊരു 4-5 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് കുറച്ച് ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ഞാനിത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇതാ മാവ് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മസാല ദോശ പോലെ നല്ല കനം കുറച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. കട്ടി കൂടിയ തട്ട് ദോശ പോലെയും ഈ മാവ് വെച്ചിട്ട് ചെയ്തിടുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ
ഇതാ നമ്മുടെ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എളുപ്പമല്ല, മാവ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് നല്ല സുഖമാണ്. രാവിലെയും രാത്രിയിലേക്കും ഇത് തന്നെ കഴിച്ചാൽ മതി. ഒരുപാട് അയൺ റിച്ച് ആണ്. ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും അതുപോലെ തന്നെ അയൺ പിന്നെ ഫൈബർ ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് എനിക്കിതുപോലെ ദോശ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടും ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. തട്ട് കട സ്റ്റൈലിലും ഈ ദോശമാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഒരുപാട് വെയിറ്റ് ലോസിൻ്റെ ഒരുപാട് വീഡിയോകളും അതുപോലെ ഞാൻ കോഴ്സ് ചെയ്ത് കഴിയാറായി. അപ്പോൾ അതിൻ്റെ വീഡിയോകളും ഒക്കെ ഇനിയും ഓരോന്നോരോന്നായിട്ട് വരും, കാത്തിരിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.